ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്, അതായത് രാത്രിയിലെ ഒരു ഉറക്കത്തിന് ശേഷം നീണ്ട ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ എടുക്കുന്ന ആദ്യത്തെ മീലാണ്. അപ്പോൾ ആ ഫസ്റ്റ് മീൽ കൊണ്ട് നമ്മൾ ആ ഒരു ദിവസത്തേക്കുള്ള എനർജി ബോഡിയിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതിലൂടെ നമ്മുടെ ബോഡിക്ക് വേണ്ട ആ ഒരു ദിവസത്തേക്ക് വേണ്ട എനർജി കിട്ടുകയും അതുപോലെ നമ്മുടെ മെറ്റബോളിസം ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയുമാണ് നമ്മളുടെ പ്രധാന കാര്യം. അതിന് പുറമേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഹോർമോൺസിന്റെ ബാലൻസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമുക്ക് ഇമ്മ്യൂണിറ്റി നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയും ഒക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലൂടെ കൈവരിക്കുന്നത്. നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം ഒഴിവാക്കുന്ന ആൾക്കാരിൽ കോൺസെൻട്രേഷൻ പവർ കുറയുകയും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയും ഒക്കെയാണ് ഉണ്ടാകാറ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സ്കിപ്പ് ചെയ്യുകയോ ഡിലേ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരിൽ വന്നിട്ട് അവരുടെ പ്രവർത്തനക്ഷമത കുറയുകയും അവരുടെ ബാക്കിയുള്ള ഇന്റേണൽ ബോഡിയിൽ വന്ന് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, എസ്പെഷ്യലി നമ്മുടെ ഇൻസുലിനും പോലെയുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഇഷ്യൂസും മറ്റുമാണ് കൂടുതലായും കണ്ടുവരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്നത് നമ്മളുടെ ഫസ്റ്റ് മീൽ ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു കംപ്ലീറ്റ് മീൽ ആക്കാൻ നമ്മൾ ശ്രമിക്കുക. അതായത് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ചെറിയ അളവിൽ ഹെൽത്തി ഫാറ്റും നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു അളവിൽ നമുക്കൊരു പാലിന്റെ അളവും കൂടി നമുക്കൊന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് മീലാക്കാൻ ശ്രമിക്കുക. അപ്പൊ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന് വേണ്ടി നമുക്ക് ബ്രൗൺ ബ്രെഡ്, ഓട്സ് മുതലായിട്ടുള്ളവയും അതുപോലെ പ്രോട്ടീന് വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റേറിയൻസിന് വേണ്ടി നമുക്ക് പയറുപരിപ്പ്, പനീർ മുതലായവയും നോൺ വെജ് സോഴ്സസ് ആയിട്ടുള്ള ചിക്കൻ, ഫിഷ്, മുട്ടയുടെ വെള്ള മുതലായവയും അതുപോലെ ഹെൽത്തി ഫാറ്റിന് വേണ്ടി ചെറിയ നട്ട്സിന്റെ ക്വാണ്ടിറ്റിയും മറ്റും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റിൽ ഫൈബർ അഥവാ മറ്റുള്ള വൈറ്റമിൻ ആൻഡ് മിനറൽസിന് വേണ്ടിയിട്ട് നമുക്ക് പഴങ്ങളോ ഇല്ലെങ്കിൽ പച്ചക്കറികൾ അടങ്ങിയിട്ടുള്ള നമുക്കൊരു ചെറിയൊരു ഡിഷോ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും നമുക്കറിയാം നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ഡിഷസിൽ വളരെ പ്രധാനമാണ് എണ്ണയിൽ വറുത്ത് കോരിയിട്ടുള്ള പൂരിയും മറ്റും. പക്ഷെ അത് പ്രഭാത ഭക്ഷണത്തിന് അത്ര നല്ല ഒന്നല്ല. സോ കഴിവതും എണ്ണയിൽ വറുത്ത് കോരിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ വെറും വയറ്റിൽ, എസ്പെഷ്യലി ഒരു സിറ്റി ലൈഫ് ജീവിക്കുന്ന ആൾക്കാരിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ശീലമാണ് അവര് ബ്രേക്ക്ഫാസ്റ്റിൽ വെറുതെ ചായയും ബിസ്ക്കറ്റും മാത്രം കഴിച്ച് ഒതുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ഒട്ടും നല്ലൊരു ശീലമല്ല, അത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് നിന്ന് കൂടുതൽ മധുരം അടങ്ങിയിട്ടുള്ള ഇപ്പൊ പേസ്ട്രി മുതലായിട്ടുള്ള ആൾക്കാർ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കഴിക്കുന്നത് നമ്മൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ കൂടുതൽ സോഡിയം കണ്ടന്റ് ഇല്ലെങ്കിൽ കാർബണേറ്റഡ് ബിവറേജസും മറ്റും ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ നമ്മൾ അത് അസേ ഫസ്റ്റ് മീലായിട്ട് നമ്മൾ കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റേണ്ട ഒരു ശീലം തന്നെയാണ്. പ്രധാനമായും നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിലേ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കൂട്ടി നമ്മുടെ തിരക്കേറിയ ലൈഫിൽ ബ്രഞ്ച് മാത്രമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് വളരെ കൂടുതൽ. അപ്പൊ അത്തരം ആൾക്കാരുടെ എണ്ണം ഇന്ന് വർദ്ധിക്കുകയും അത്തരം ആൾക്കാരിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതുപോലെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ വരാനുള്ള സാധ്യത കൂടുതലുമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള നമുക്ക് കൊളസ്ട്രോൾ വേരിയേഷൻ, അതുപോലെ തന്നെ ബി.പിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ, ഇൻസുലിന്റെ ഇഷ്യൂസ് വന്നിട്ട് നമുക്ക് പ്രമേഹ രോഗികളുടെ ഇല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് ആയിട്ടുള്ള ആൾക്കാരുടെ തന്നെ എണ്ണം വർദ്ധിക്കുകയുമാണ്. ഇവരിൽ കൂടുതലും നമുക്കൊരു 45 വയസ്സിലും താഴെയുള്ള ആൾക്കാരാണ് ഇന്നത്തെ സമൂഹത്തിൽ ഏറി വരുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മെറ്റബോളിസം ഡൗൺ ആകുന്നു. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷിയെ അത് ഒരു ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ വെയിറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനും ഒരു പ്രധാന കാരണം ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിലേ ചെയ്യുന്നതോ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ വെയിറ്റ് ഗെയിൻ അഥവാ അവർ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇത്തരം ആൾക്കാരിൽ തന്നെ നമുക്ക് കൂടുതൽ ഹോർമോണൽ വേരിയേഷൻസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മറ്റ് അസുഖങ്ങളും കണ്ടുവരുന്നുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുകയും നമുക്ക് പല മൂഡ് സ്വിങ്സ് ഉണ്ടാകാനും ഉള്ള ഒരു സാധ്യതയാണ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്.